നമ്മള് അങ്ങോട്ടാ പോന്നെ. നമ്മള് പറ. ഒരപ്പം കൊട്ട് കെട്ട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. ഒരപ്പം കെട്ട് സ്ഥലം എങ്ങനെയുണ്ട്? സ്ഥലം ഞാൻ ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു. അത് അടിപൊളിയായതുകൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് പോകുന്നത്. അത് അവിടുത്തെ നാട്ടുകാർ മാത്രം പോകാറുള്ളൂ. അതിങ്ങനെ മറ്റേ ഫോറസ്റ്റ് ഏരിയ ഒന്നല്ല. ഫോറസ്റ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ അങ്ങനെ അധികം ആൾക്കാർ കിടക്കാത്തതുകൊണ്ട് ഫോറസ്റ്റുകാരൊന്നും വഴിക്ക് വന്നിട്ടില്ല. ഓക്കെ. അപ്പൊ അതുകൊണ്ട് ആ പേടിയാണ്. ഞങ്ങൾ ഇന്ന് കോഴിക്കോട് നിന്ന് തൃശ്ശൂർ വന്നിരിക്കുകയാണ്. തൃശ്ശൂർ നമ്മുടെ ആവശ്യത്തിന് വന്ന. അപ്പോൾ ഇങ്ങനെ നമ്മളെ ശ്രീധർ പറഞ്ഞു ഇങ്ങനെ സ്ഥലമുണ്ട്, ഒരപ്പം കിട്ടുന്ന സ്ഥലമാണ് എന്ന് ഞങ്ങളുടെ വീഡിയോ അയച്ചു തന്നു. ഞാൻ ശരിക്കും അപ്പോൾ അത് വീഡിയോ അയച്ചു വന്നപ്പോഴത്തേക്ക് നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. സംഗതി ഇന്ന് ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ട് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അതിന്റെ അടുത്ത് തന്നെ പല സ്ഥലങ്ങളുണ്ട്. പട്ടത്തിപ്പാറ, പിന്നെ അതിന്റെ അടുത്താണ് ബീച്ച് ഡാം ഒക്കെ വരുന്നത്. അതൊക്കെ എല്ലാവരും ഒരുവിധം അറിയാവുന്ന ആൾക്കാർ സ്ഥലങ്ങളാണ്. തൃശ്ശൂർ റൗണ്ടിൽ നിന്ന് എത്ര കിലോമീറ്റർ ആണ്? തൃശ്ശൂർ റൗണ്ടിൽ നിന്ന് ഏകദേശം 17 കിലോമീറ്റർ ആണ്. 17. നമ്മൾ നിൽക്കുന്ന സ്ഥലം കൊല്ലൂരാണ്. അതൊന്നും അത്ര വരുന്നില്ല. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മൾക്ക് കറക്റ്റ് ഈ സ്ഥലത്തേക്ക് 15 കിലോമീറ്റർ. 15 കിലോമീറ്റർ. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിയാണ്. ബാക്കി വീഡിയോ കാണാം. ഓക്കെ. കാലിക്കറ്റ് കേരള സർവകലാശാല കാർഷിക സർവകലാശാല മണ്ണുത്തി കഴിഞ്ഞു, കുറെ ദൂരം കഴിഞ്ഞു. ഈ ഭാഗത്തേക്ക് ഇവിടുന്ന് ലെഫ്റ്റ് പോയാലാണ് ഈ പറഞ്ഞ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു സ്ഥലത്തിന്റെ പേര്, നേരത്തെ പറഞ്ഞ ബീച്ച് ഡാമും പിന്നെ ഒരു വെള്ളച്ചാട്ടൻ്റെ ഇവിടെ പട്ടത്തിപ്പാറ. നമ്മൾ പോണ വഴിയാണ് ബീച്ച് റോഡ്. ഇപ്പൊ തിരിയും നമ്മൾ 300 മീറ്റർ കഴിഞ്ഞാൽ തിരിയും. ഇങ്ങോട്ട് വലത്തോ ഇടത്തോ? റൈറ്റ്. ഇടതാണോ അറിയില്ല, റൈറ്റ് ആണെന്ന് അറിയില്ല. ആ ലോറിയുടെ പിന്നാലെ കേട്ടോ, റൈറ്റ് കൂടെ. ആ ഓട്ടോറിക്ഷയ്ക്ക് പോണാണല്ലേ റൈറ്റ്? അങ്ങോട്ടേക്കാ നേരെ വിട്ടോ, അവരെ പിന്നാലെ വിട്ടോ. അവരും അങ്ങോട്ട് തന്നെയാണ്. കുറച്ച് ഫ്രണ്ടേ പോയിട്ട് റൈറ്റിൽ കയറാം. ആയിക്കോട്ടെ, നല്ല തിരക്കായി. നേരെ എടുക്കണ്ട, മുന്നിൽ കുഴിയാണ്. അത് അവിടുന്ന് റൈറ്റ് ഉണ്ടോ? അയ്യോ, അവിടെ പൊളിച്ചിട്ടേക്കാ. ബാക്ക് എടുത്തോ, ഒന്നും നോക്കണ്ട. തിരിച്ചോ. വളരെ നന്നായി. ഇവരൊക്കെ എന്തിനാ എടുത്ത്? അവന്മാര് അതെ ലോറിക്കാരൊക്കെ തിരിക്കാൻ. ഇന്നലെ എടോ ഞാൻ അതിൽ കൂടെ ഇവിടെയാണോ? ഈ മനുഷ്യൻ ഇന്നലെ വന്നതാണ്. അവന്മാര് നിർത്തമാണ്, മറ്റന്മാര് നമ്മളെ തേച്ചത്. കട്ടുണ്ടായിരുന്നടാ.
അത് താഴത്തേക്ക് നേരെ അങ്ങനല്ല, നേരെ നേരെ നേരെ. അതല്ല അതല്ല, ഇത് നേരെ. ഇയാളെ വാക്ക് നമ്പാൻ പറ്റുമോ? നീ കേട്ട് ഇതുപോലെ എടുത്ത സംഭവങ്ങളൊക്കെ എനിക്ക് കൊറേ ഓർമ്മയുണ്ട്. കോയമ്പത്തൂര് നാട്ടുകാരെ പേടിപ്പിച്ച് ഓർമ്മയുണ്ടോ? രാവിലെ 3 മണിക്ക് കോയമ്പത്തൂരൊന്നല്ല, അതാരെ കൊണ്ടുപോയി? അലനാണ് കൊണ്ടുപോയി. അലൻ കൊണ്ടോയി. പക്ഷെ അലന്റെ ബാക്കിൽ നിന്ന് കൺട്രോൾ അവനാണ് മേപ്പിട്ടെ, ഞാനല്ല മേപ്പിട്ടെ. അവൻ എന്തൊരു ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ ഫ്രണ്ടിൽ മേപ്പിട്ടിട്ട് ഒരു നിർത്തി. ഇനി ഇതിലേ ആ നേരെ പോസ്റ്റിന്റെ അവിടെ നിന്ന് നേരെ പാതാളത്തിലോട്ടാണ് താഴ്ന്ന് വണ്ടി ഒരു തിരിച്ചു വളവൊക്കെ പോസിബിൾ ആണോ? ഇതിൽ കൂടെ ലെഫ്റ്റിൽ പോയി കഴിഞ്ഞാൽ ഒരു ഇതൊക്കെ ഉണ്ട്. വണ്ടി തിരിച്ചു വളവൊക്കെ ഒരു പോസിബിൾ ആണോ? കുറച്ച് പോസിബിൾ ആണ്. അവിടെ പോയി റിവേഴ്സ് എടുത്ത് വരേണ്ടി വരും. താറല്ല, വേഗം താറാണ്. തന്നെയല്ലേ റോഡ്? സംശയം ഡൗട്ട് ക്ലിയർ ചെയ്ത് തെറ്റിയിട്ടുണ്ട്. ആ റോഡാ, ആ റോഡ്. നമ്മള് ലെഫ്റ്റ് റൈറ്റില്ല തിരിഞ്ഞ ലെഫ്റ്റ് കൊണ്ട് അവിടുന്ന് ബാക്ക് എടുത്തു. എടാ അതല്ലടാ, ഞാൻ ഇന്നലെ വന്നതാണ്. അല്ല ഒരു മര്യാദ ഉണ്ട്. ഇന്നലെ വന്ന സാധനം അങ്ങോട്ട് ഓടിക്കടാ. ഞാൻ അങ്ങോട്ടേ അല്ലെങ്കിൽ ഈ വീട്ടില് ഇവിടെ നിർത്താം. വണ്ടി കയറോ? വണ്ടി പോവോ? അല്ലെങ്കിൽ ഈ വീട്ടില് നിർത്താം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നടക്കാം. നമ്മള് കയറോ? ഈ വീട്ടുകാര് ദിവസം പോയി നിർത്താൻ. കല്ലില്ലാരും കയറ്റി സുഖമായിട്ട് വരും. നമ്മളെ കല്ല് ചിലപ്പം ശീലം. ബൈക്കിലൊക്കെ വന്നാൽ ചെറിയൊരു ഓഫ് റോഡ് കിട്ടും. ഇവിടെ അല്ല, ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ആ ഒരു കയറ്റം നല്ലൊരു ഓഫ് റോഡാണ്. പക്ഷേ വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ സുഖമായിരുന്നല്ലേ? ആന വല്ലതും ഉണ്ടോ? ചവിട്ടി കൊടിയുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നു. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കില്ല. ഓ ഇപ്പൊ ഒരു ഉന്മേഷമായത്. റിയാസാണ് മുത്താണ്. ആദ്യം ഒന്ന് വഴി എത്തിച്ചാലേ എവിടെയെങ്കിലുമൊക്കെ എത്തിക്കും. അതെനിക്ക് ഉറപ്പാ. ഈ പട്ടി അത് അല്ല വാലാട്ട്. നമ്മുടെ പട്ടി മുക്കണ്ട, നിങ്ങൾ അതിനകത്ത് കൊണ്ടുപോയാൽ മതി. ഇതെല്ലാം ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. OnePlus ഒന്നും വെള്ളത്തിൽ ഇറക്കാതെ കൊണ്ട് നടക്കുന്ന മനുഷ്യൻ.
40,000 ഫോം മേടിച്ചിട്ട് വെള്ളത്തിൽ മുഖത്തിൽ എന്താ പറ്റത്തുള്ളൂ. തുഷാരഗിരി പോയത്ര ഇല്ലല്ലോ. ഇവിടെ വരെ കൊണ്ടുവരും. അവിടെ തെങ്ങുണ്ടല്ലോ. ഇവിടെ നിന്ന് ആൾക്കാർ വന്നു തുടങ്ങിയില്ലല്ലേ? പൊളി പൊളി. ശ്രീ ശ്രീ ഇവിടെ ആൾക്കാരൊന്നും വന്നു തുടങ്ങിയില്ലല്ലേ? ആരോ വന്നിട്ടുണ്ട്. എന്ത് നീന്താൻ പറ്റിയ വേറെ സ്ഥലം ഉണ്ടെന്ന് ഇവിടെ. ഇതിന്റെ അടിയിലേക്ക് കേവുണ്ട്. അവിടേക്ക് ആദ്യം നമുക്ക് അവിടെ ജസ്റ്റ് മുങ്ങിട്ട് ഇങ്ങോട്ട് വരാം. മനസ്സിലായോ? ഓ അങ്ങനെയൊക്കെയാ. ഹായ് സെന്റ് അടിച്ചു നല്ല രസമായിരിക്കും. ട്രെയിനിങ് നോക്ക് ഒന്നും അല്ല, വേറെ സംഗതി ഉണ്ട്. ഇതിൻ്റെ അടിയിൽ ഒരു ഗുഹയുണ്ട്, നമുക്ക് അതിൻ്റെ അകത്തോട്ടൊന്ന് കയറാം. കമാ എന്തോ ഓ പീച്ച് ഡാമിലുള്ള വെള്ളമല്ലേ? ഓ പീച്ചി ഡാമിൻ്റെ കൈവഴി ഉമ്മ അല്ല ഇങ്ങനെ വെള്ളം വരുന്നത്. 2:44 ഭംഗിയൊന്നും എനിക്ക് നീന്താൻ പറ്റും. ഓഷൻ വെള്ളത്തിൽ കളിക്കുമ്പോൾ ഒരു പ്രത്യേക സൗന്ദര്യമാണ്. ഇതെന്താണിത്? കുറേ അല്ലേ നടക്കാൻ തുടങ്ങിയിട്ട്? വീഡിയോ റെക്കോർഡ് തുടങ്ങിയിട്ട് ഇപ്പോൾ 7 മിനിറ്റായി. ഇവിടെ എത്ര ആഴം? ഇവിടെ ആഴുണ്ടോ? ഇവിടെ എത്ര ആഴം? ഇവിടെ എത്ര ആഴം? ഇവിടെ വെച്ചിട്ടോ പറയണോ? ഇവിടെ കൊണ്ടുവന്നേ? ഇവിടെ വെച്ചിട്ടോ? ഇവിടെ വെച്ചാൽ പോരെ? തീർക്കട്ടോ? അങ്ങനെയുണ്ടോ? വഴുക്കലുണ്ടോ? ഇതരാ ഞാൻ വീണാലും ഫോൺ ചെയ്തല്ലേ. പക്ഷേ വേഗം ഇവിടെ ഇറങ്ങിയിട്ട് അങ്ങോട്ട് പോവാ. അവിടെയാണ് ടൈം പോവാ. അപ്പോൾ ഗായ്സ് ഞങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഒരുപാട് ടൈമായി. അടുത്ത ഈ വീഡിയോയുടെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ടാവും. സോ സ്റ്റേ ട്യൂൺഡ്. നല്ല നല്ല കാഴ്ചകളും നല്ല നല്ല എക്സ്പീരിയൻസുകളും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക, കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.